ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒന്നോ രണ്ടോ സവോളയും പിന്നെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന കുറച്ച് സാധനങ്ങളും ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ്. ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിനകത്തേക്ക് ഒരു കുറച്ച് വറ്റൽമുളക്, ഒരു 7 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുറിച്ചിട്ട് അതിനകത്തുള്ള കുരു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കുരു മാറ്റിയിരിക്കുന്നത്. ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലെ ഇതുപോലെ കുരു മാറ്റുമ്പോൾ എരിവ് കുറയും എന്ന് പറയുമ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. കുരുവിന് മാത്രമല്ല, ഈ തൊലിക്കാണ് കൂടുതൽ എരിവ്, അപ്പോൾ അതുകൊണ്ട് കുരു മാറ്റുന്നതുകൊണ്ട് ഉപയോഗമില്ല എന്ന് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, രണ്ടിനും എരിവുണ്ട്. കുരു മാറ്റാതെ നിങ്ങൾ അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ആയിരിക്കും. അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ കുരു മാറ്റിയാൽ കുറച്ച് ആ എരിവ് കുറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഈ എണ്ണയിലോട്ട് നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നാലും ഒരുപാട് കുറഞ്ഞു പോകണ്ട, കാരണം കുറച്ചൊരു എരിവോട് കൂടിയാണ് ഈ ചമ്മന്തി നല്ലത്. ഇനി പെട്ടെന്നൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയം ആവശ്യമില്ല, ചൂടായിട്ടുള്ള എണ്ണയിലല്ലേ നമ്മൾ മുളകിട്ട്. ഇനി ഉടനെ തന്നെ ഇതിൻ്റെ കൂടെ സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഒരു മീഡിയം സൈസിലുള്ളൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് തീരെ ചെറിയ സവോളയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഈ സവോളയുടെ നിറം മാറി ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരണം. പിന്നെ ഇതിങ്ങനെ വഴറ്റുന്ന സമയത്തുണ്ടല്ലോ, ഈ മുളകും കൂടി കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്കിങ്ങനെ മുളക് മൂക്കുമ്പോൾ മൂക്കെരിയും നമുക്ക് ചുമയ്ക്കാൻ തോന്നുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മുളകൊന്ന് എണ്ണയിൽ വഴറ്റി അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ സവോള മാത്രമായിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് നിറം ഒന്ന് മാറി വരട്ടെ. സവോളയും വറ്റൽമുളകും കൂടി നന്നായിട്ട് വഴറ്റി ഈ ഒരു കളർ ആയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറ്. ഇനി ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയുടെ വളരെ ചെറിയൊരു ടേസ്റ്റ് മതി കേട്ടോ, അപ്പം ഒട്ടും കൂടരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ മല്ലിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ മല്ലി അതുപോലെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം നമ്മൾ വറ്റൽമുളക് വഴറ്റിയില്ലേ, അതിൻ്റെ സമയത്ത് ഒരു 4-5 മല്ലിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ സവോള ഇട്ട് വഴറ്റിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവസാനം ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയായിട്ട് ചേർത്തത്. അപ്പോൾ മിക്കവാറും എല്ലാവരുടെയും പൊടിയായിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായി വഴറ്റിയിട്ടുണ്ട്. ആ മല്ലിയുടെയും ഒരു പച്ച ചുവ മാറി. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ചൂട് മാറിക്കഴിയുമ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അല്പം പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സാമ്പാർ പുളിയാണ്, ഒരു കുഞ്ഞുരുള. ഇതിൻ്റെ അളവും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവേ. ഈ ചമ്മന്തി എന്ന് വെച്ചാൽ ഒരല്പം എരിവും പുളിയും സവോളയുടെ ചെറിയൊരു മധുരവും ഒക്കെ കൂടി ചേർന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പുളി അഡ്ജസ്റ്റ് ചെയ്യാം, തീരെ കുറഞ്ഞു പോകരുത്. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല തിക്കായിട്ട് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന ചമ്മന്തിയാണ്, ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കടുകൊന്നും വറുക്കാതെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടുക് വറുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഒരല്പം എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇതിനകത്തേക്ക് കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില. ഇനി വറ്റൽമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി. ഇത് ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇതിനകത്ത്, ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കാരണം ഇതും നല്ല തിക്കായിട്ടിരിക്കുന്ന ചമ്മന്തിയാണ്, നമ്മൾ ഒഴിച്ച് കഴിക്കുന്ന ടൈപ്പ് ചട്നിയല്ല. ഇതും നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലുകളിലൊക്കെ സാമ്പാറിൻ്റെയും അല്ലെങ്കിൽ വെള്ള ചമ്മന്തിയുടെയൊക്കെ കൂടെ തക്കാളി ചട്നി, ഇതുപോലെ ഉള്ളി ചട്നിയൊക്കെ കിട്ടും. ഇങ്ങനെ തൊട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ അടിപൊളി ഒരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നത് മാത്രമാണല്ലേ, വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.